മൂവാറ്റുപുഴ സ്വദേശി KR രാജേഷ് കുമാറിനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോലീസ് പിടികൂടിയത്. പോലീസ് പറയുന്നത് ഇങ്ങനെ: ജില്ലാശുപത്രിയിലെത്തുന്ന രാജേഷ് വ്യത്യസ്ത പേരുകളിൽ OP ചീട്ടെടുക്കും. ശേഷം മാറി നിന്ന് സ്വയം മരുന്നു കുറിക്കും. പുറത്തുള്ള ഫാർമസികളിൽ നിന്നും മരുന്നു വാങ്ങാറുമാണ് പതിവ്. ഇയാളുടെ പക്കൽ നിന്നും ലഭിച്ച ചീട്ടിൽ മാനസിക രോഗികൾക്ക് നൽകുന്ന മരുന്നിന്റെ കുറിപ്പടിയും ലഭിച്ചു. മാനസിക രോഗത്തിന് നൽകുന്ന മരുന്നാണ് ഇയാൾ സ്വയം കുറിപ്പടി തയ്യാറാക്കി വാങ്ങുന്നതെന്ന് ഡോക്ടർമാർ പോലീസിനോട് അറിയിച്ചു. കൂടുതൽ അളവിൽ ഇത്തരം മരുന്ന് കഴിച്ചാൽ ലഹരിയുണ്ടാകും. ഇതിനുവേണ്ടിയാണ് ഇയാൾ OP ടിക്കറ്റ് എടുത്ത് വ്യാജ കുറിപ്പടി തയ്യാറാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ പക്കൽ നിന്നും വ്യാജമായി നിർമ്മിച്ച ഡോക്ടറുടെ സീലും കുറിപ്പടിയും പോലീസ് കണ്ടെടുത്തു. യാദൃച്ഛികമായിട്ട് ഒരു യുവാവിനെ അവിടെ വെച്ചിട്ട് കാണുകയും സൂപ്രണ്ടാണ് കണ്ടിട്ട് മരുന്നിന് ചെന്ന സമയത്ത് കണ്ടതാണ്. സംശയം തോന്നി അവിടെ പിടിച്ചെടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് OP ടിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പം ഇയാളുടെ കയ്യിൽ ഒരു വ്യാജമായിട്ട് സീല് കയ്യിൽ കണ്ടു. അപ്പോൾ തുടർന്ന് വിശദമായി പരിശോധിച്ചതിനകത്ത് ഈ ഹോസ്പിറ്റലിൽ നിന്നും OP ടിക്കറ്റ് കളക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് സ്വന്തമായിട്ട് മരുന്നുകൾ എഴുതി ചേർത്ത് ആശുപത്രി കൊണ്ടുപോയിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് കളക്ട് ചെയ്യാണ്. പലതവണയായി ഇയാളെ ജില്ലാശുപത്രിയിൽ കണ്ടതോടെയാണ് ആശുപത്രി ജീവനക്കാരിൽ ചിലർക്ക് സംശയം തോന്നുന്നത്. തുടർന്ന് ജില്ലാശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് പതിവ് പോലെ ആശുപത്രിയിലെത്തിയ രാജേഷിനെ ജീവനക്കാരും സൂപ്രണ്ടും തടഞ്ഞുവെച്ചു. ആശുപത്രിയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ അറിയിച്ചു. തുടർന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വ്യാജരേഖകൾ ചമച്ചതിനാണ് പ്രധാനമായും രാജേഷിനെതിരെ കേസെടുക്കുന്നതെന്നും ഇയാളെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും തൊടുപുഴ SHO S മഹേഷ് കുമാർ അറിയിച്ചു. OP ടിക്കറ്റും മറ്റ് രേഖകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൂടുതലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. വ്യാജമായിട്ട് രേഖകൾ ചമച്ച് ഇതിനാണ് പ്രധാനമായിട്ട് കേസ് കൊടുത്തേക്കുന്നത്. ബാക്കി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.